ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിനിസ് വേർഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ രുചികരമായിട്ടുള്ള ഒരു പനീർ ബട്ടർ മസാലയുടെ റെസിപ്പിയാണ് ഇന്ന്. അപ്പം നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. അതിനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. അപ്പോൾ എല്ലാം ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. സ്ക്വയർ രൂപത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനെ അവിടെ മാറ്റി വെച്ച് പിന്നീട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത് ഒരു 3 സവോളയാണ്. അതിനെ ഒന്ന് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് മീഡിയം സൈസിലുള്ള 2 തക്കാളിയും കട്ട് ചെയ്ത് മാറ്റി വെക്കുക. പിന്നീട് നമ്മൾ കടായി സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് ഒരു ക്യൂബ് ബട്ടർ ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് അലിയിപ്പിച്ചെടുക്കുക. അതിലേക്ക് നമ്മളുടെ കട്ട് ചെയ്ത് വെച്ച പനീറും കൂടി ഇട്ട് കൊടുക്കുക. പനീർ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുക്കണമെന്നൊന്നുമില്ല, അല്ലാതെ നമുക്ക് പനീർ ബട്ടർ മസാല തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാനൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുത്തതേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് ഒന്ന് മാറ്റി വെക്കുക. അപ്പം അതേ കടായിൽ തന്നെ ഒരു ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് അതിലേക്ക് അല്പം ബട്ടറും കൂടി ഇട്ട് കൊടുത്ത് പിന്നീട് നമ്മൾ ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ടയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവോളയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു അല്പം ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളതിനെ ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ അതിലേക്ക് നല്ല കളർ മാറുന്നൊരു വഴറ്റൊന്നും വേണ്ട, ഒന്ന് ചെറുതായിട്ട് വഴറ്റി കിട്ടിയാൽ മതി. പിന്നീട് അതിലേക്ക് അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ വീണ്ടും അതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നീട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർക്കണം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവർ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നീട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 5-10 അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതൊന്ന് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരേണ്ടതുണ്ട്. അപ്പോൾ ഇതിനൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പം നമ്മളെ തക്കാളി ഒരു പകുതി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് കസൂരി മേത്തിയും കൂടെ ഇട്ട് കൊടുക്കുക. വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്ത് നമ്മൾ തക്കാളി വീണ്ടും ഒന്നും കൂടി അടച്ച് വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ നന്നായിട്ട് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തണുത്തതിന് ശേഷം നമ്മളിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം, നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ പിന്നീട് സ്റ്റൗവിലേക്ക് വീണ്ടും കടായി വെച്ച് അതിലേക്ക് ഒരു ക്യൂബ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം പിന്നീട് നമ്മൾ അതിലേക്ക് ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ടയും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് ചൂടാകുമ്പോൾ നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ജാറിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ആക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ വെള്ളം ചേർക്കാനായിട്ടില്ല. അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ വഴറ്റുക. അതിനുശേഷം അതിലേക്ക് 1 കപ്പ് പാലാണ്, പശുവും പാലാണ് ഒഴിച്ചത്. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്തേക്ക് നമ്മൾ അതിലേക്ക് എടുത്ത് വെച്ച പനീറും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ പനീറും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് ഒരു 5-8 മിനിറ്റ് ഇതിനെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മുടെ പനീറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ തക്കാളി സോസും കൂടെ ഇട്ട് കൊടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെയാണ് ചേർത്ത് കൊടുത്തത്. പിന്നീട് അല്പം മല്ലിയരിയും കസൂരി മേത്തും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് എടുക്കുക. അപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡിയായി. പിന്നീട് ലാസ്റ്റ് ചേർക്കുന്ന ഈ കസൂരി മേത്തി ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്തതാണ്. അപ്പോൾ എന്താ, നമ്മളെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക.